ഹരേ കൃഷ്ണ. ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച മഞ്ജുളാൽ തറയും ഗരുഡ ശില്പവും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അതിന് കുറച്ച് സിനിമകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയാവോ? എന്താണ്? കേട്ടു നോക്കാം. ത്രിമുദ്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. കാവ്യ ഫിലിം കമ്പനി ഉടമയും വ്യവസായിയും മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവുമായ വേണു കുന്നപ്പിള്ളി ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നവീകരിച്ച മഞ്ജുളാൽ തറയും വെങ്കലത്തിൽ തീർത്ത പുതിയ ഗരുഡ ശില്പവും സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ച് സമർപ്പണം നടന്നത്. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വിവരം ഏവരെയും അറിയിച്ച വേണു കുന്നപ്പിള്ളി സമർപ്പണ സമയത്തെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ചടങ്ങിനെത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീ വേണു കുന്നപ്പിള്ളി കുറിച്ച വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പ സന്നിധിയിലെ നവീകരിച്ച മഞ്ജുളാൽ തറയുടെയും പുതിയ വെങ്കലത്തിൽ തീർത്ത ഗരുഡ ശില്പത്തിന്റെയും സമർപ്പണമായിരുന്നു ഇന്നലെ. ലക്ഷോപലക്ഷം ജനങ്ങൾ കടന്നുപോകുന്ന കിഴക്കേ നടയിൽ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്ത് നിൽക്കുന്ന സിമെന്റിൽ തീർത്ത ഗരുഡ ശില്പത്തെ കാണാത്ത ഭക്തര് കുറവായിരിക്കും. ഏകദേശം അരനൂറ്റാണ്ട് പഴക്കമുള്ള ആ പ്രതിമയെ മാറ്റിയാണ് 5000 കിലോയ്ക്ക് മേലെയുള്ള ഈ ഗരുഡ ശില്പം സ്ഥാപിച്ചത്. ഈ തലമുറയിലും വരാനിരിക്കുന്ന കോടാനുകൂടി ഭക്തർക്ക് മുന്നിലും തലയുയർത്തി നിൽക്കേണ്ട ഈ ഗരുഡ ശില്പത്തെ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യവും അനുഗ്രഹവുമായാണ് കരുതുന്നത്. ഞാൻ അതിലൊരു നിമിത്തമായെന്ന് മാത്രം. ഭഗവാൻ ഏൽപ്പിച്ച ഒരു ജോലി ഞാൻ പൂർത്തീകരിച്ചു. മുജ്ജന്മ സുഹൃതമോ അച്ഛനമ്മമാരുടെ സത്പ്രവൃത്തിയോ മറ്റോ കൊണ്ടായിരിക്കാം ഇത്. തിരുസന്നിധിയിൽ ഇന്നലെ എത്തിച്ചേരുകയും സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ ഞങ്ങളുടെ സാഷ്ടാംഗ പ്രണാമം എന്നാണ് അദ്ദേഹം കുറിച്ചത്. മാമാങ്കം, ആഫ്റ്റർ മിഡ് നൈറ്റ്, മാളികപ്പുറം, 2018, ചാവേർ, ആനന്ദ് ശ്രീബാല എന്നിവ നിർമ്മിച്ച വേണു കുന്നപ്പിള്ളിയുടെ ഏറ്റവും പുതിയ ചിത്രം ഈ വർഷം റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ ആസിഫ് അലി ജോഫൻ ചിത്രമായ രേഖാചിത്രമാണ്. മലയാളത്തിൽ നിർമ്മാതാവായി എത്തി 5 വർഷം കൊണ്ട് മാളികപ്പുറവും 2018 രേഖാചിത്രം എന്നീ 3 വമ്പൻ ഹിറ്റുകൾ സമ്മാനിക്കാനും അദ്ദേഹത്തിന്റെ കാവ്യ ഫിലിം കമ്പനിക്ക് സാധിച്ചു. എന്തു തന്നെയായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ സൗഖ്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ത്രിമുദ്രം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.